ശ്രീനാരായണ ഗുരുദേവന്റെ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാനവിക സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് എറണാകുളം ജില്ലയിലെ പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സുവർണപദം 2026 ആഘോഷങ്ങൾ ഭക്തിനിർഭരമായി പുരോഗമിക്കുകയാണ്. 172ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് ഒരു മാസത്തിലേറെ നീളുന്ന ഈ മഹാ ആഘോഷത്തിൽ കലാ സാംസ്കാരിക ആത്മീയ സാമൂഹിക പരിപാടികളുടെ വിപുലമായ നിരയാണ് ഒരുക്കിയിരിക്കുന്നത്. പറവൂർ SNDP യൂണിയന് കീഴിലുള്ള വിവിധ ശാഖകളുടെയും പോഷക സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജൂലൈ 26-ന് പതാക ദിനത്തോടുകൂടിയാണ് സുവർണപദം 2026 ആഘോഷങ്ങൾക്ക് തുടക്കമായത്. വിവിധ പ്രായ വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും യുവജനങ്ങളും വനിതകളും മുതിർന്നവരും ആവേശപൂർവ്വം മത്സരങ്ങളിൽ പങ്കെടുത്തു. തുടർന്ന് ഓഗസ്റ്റ് 2-ന് മേഖലാതല കലാമത്സരങ്ങളും വിജയകരമായി നടന്നു. കലാപരമായ മികവും ഗുരുദേവ ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അവതരണങ്ങളും മത്സരങ്ങൾക്ക് മാറ്റുകൂട്ടി. ഗുരുദേവന്റെ ആശയങ്ങളെ പുതുതലമുറയിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 8-ന് ആലാപനം, പ്രസംഗം, വ്യാഖ്യാനം, ലളിതഗാനം എന്നീ മത്സരങ്ങൾ നടക്കും. ഓഗസ്റ്റ് 9-ന് ഭജൻ, ക്വിസ്, ഉപന്യാസം എന്നീ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗുരുദേവന്റെ സമത്വം, വിദ്യാഭ്യാസം, മാനവികത, ആത്മീയത എന്നീ സന്ദേശങ്ങൾ പുതിയ തലമുറയുടെ മനസ്സുകളിൽ കൂടുതൽ ആഴത്തിൽ പതിയാൻ ഈ പരിപാടികൾ സഹായകമാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. സുവർണപദം 2026 ആഘോഷങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങുകളിലൊന്നാണ് ഓഗസ്റ്റ് 16-ന് നടക്കുന്ന ശ്രീനാരായണ ജ്യോതി റിലേയും ജ്യോതി പര്യടന ഉദ്ഘാടനവും. ശ്രീനാരായണ ജ്യോതി റിലേയും ജ്യോതി പര്യടന ഉദ്ഘാടനവും കേരള മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും ദിവ്യജ്യോതി സ്വീകരിക്കുന്ന ചടങ്ങോടെയാണ് ജ്യോതിയാത്ര ആരംഭിക്കുക. തുടർന്ന് വൈകുന്നേരം 5 മണിയോടെ പറവൂർ മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ജ്യോതി റിലേ പറവൂർ ഗുരുദേവ മന്ദിരത്തിൽ സമാപിക്കും. ആയിരക്കണക്കിന് ഭക്തരും കുടുംബങ്ങളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും ഈ മഹത്തായ ആത്മീയ യാത്രയുടെ ഭാഗമാകും. പറവൂർ SNDP യൂണിയന് കീഴിലുള്ള 72 ശാഖകളിലായി ഉൾക്കൊള്ളുന്ന ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ജ്യോതി പര്യടനം സംഘടിപ്പിക്കുന്നത്. ഗുരുദേവന്റെ സന്ദേശങ്ങൾ വീടുകളിലേക്കും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുന്ന ആത്മീയ പ്രചാരണ യാത്ര കൂടിയായിരിക്കും ഈ ജ്യോതി പര്യടനം. സമൂഹത്തിൽ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്ന ജനകീയ ആഘോഷമായാണ് സുവർണപദം 2026-നെ സംഘാടകർ വിശേഷിപ്പിക്കുന്നത്. വിശ്വമഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് മഹാതിരുജയന്തി ഓഗസ്റ്റ് 28-ാം തീയതി ലോകമെമ്പാടും ആഘോഷപൂർവം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പറവൂർ SNDP യൂണിയൻ്റെ ഏതാണ്ട് 25,000 കുടുംബങ്ങളിലും പറവൂർ SNDP യൂണിയൻ്റെ കീഴിലുള്ള 72 ശാഖായോഗങ്ങളിലും പറവൂർ SNDP യൂണിയൻ്റെ ആസ്ഥാന മന്ദിരത്തിലും പീതപതാക ഉയർത്തിക്കൊണ്ട് തിരുജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ വരുന്ന 8, 9 തീയതികളിൽ പറവൂർ SNDP യൂണിയൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് മേഖലാതലത്തിൽ മത്സരിച്ച് വിജയിച്ച കലാമത്സര വിജയികൾക്കുള്ള മത്സരം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തപ്പെടുന്നു. പറവൂർ SNDP യൂണിയൻ്റെ തിരുജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ആലുവ അദ്വൈതാശ്രമത്തിലെ കെടാവിളക്കിൽ നിന്നും മഹാഗുരു കൊളുത്തിയ ദിവ്യജ്യോതി, ആ ദിവ്യജ്യോതിയിൽ നിന്ന് പകർന്നെടുത്ത ദിവ്യജ്യോതി രഥത്തിൽ പറവൂർ SNDP യൂണിയൻ്റെ 72 ശാഖായോഗങ്ങളുടെയും പോഷക സംഘടനകളുടെയും മറ്റ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പറവൂർ SNDP യൂണിയൻ വളരെ വിപുലമായ പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പറവൂർ SNDP യൂണിയനെ സംബന്ധിച്ച് ഈ വർഷത്തെ ശ്രീനാരായണ ഗുരുദേവ ജയന്തിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. 172ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി പറവൂർ SNDP യൂണിയൻ്റെ സുവർണ ജൂബിലി വർഷമാണ്. കാരണം പറവൂർ SNDP യൂണിയൻ്റെ ഘോഷയാത്ര തുടങ്ങിയിട്ട് 50 വർഷം, അരനൂറ്റാണ്ട് തികയുന്ന വർഷം കൂടിയാണ്. ജയന്തി ഘോഷയാത്രയുടെ അരനൂറ്റാണ്ട് തികയുന്ന വർഷമാണ്. അങ്ങനെ പറവൂർ SNDP യൂണിയൻ്റെ ജയന്തി ഘോഷയാത്രയ്ക്ക്
സുവർണപദം 2026 എന്ന് നാമകരണം ചെയ്തുകൊണ്ട് പറവൂർ SNDP യൂണിയൻ്റെ വിവിധ ശാഖായോഗങ്ങളിലുള്ള പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവ തിരുജയന്തിയോടനുബന്ധിച്ച് അന്ന് നടക്കുന്ന സുവർണപദം 2026 ആ സുവർണപദം 2026 നടക്കുമ്പോൾ അത് ഏതാണ്ട് 50,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 500,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് SNDP യോഗത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. തീർച്ചയായും പറവൂർ SNDP യൂണിയൻ്റെ നടത്തുന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി ഘോഷയാത്ര, ആ ഘോഷയാത്ര വളരെ വിജയപ്രദമാക്കുന്നതിന് നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി. ഒരു മാസത്തിലേറെ നീളുന്ന ആഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 28-ന് സമാപിക്കും. ഭക്തി നിർഭരമായ ശ്രീനാരായണ ഗുരുദേവ ജയന്തി സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം സമാപന സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി യുവജനകാര്യക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് പങ്കെടുക്കും. വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, അലങ്കരിച്ച ഫ്ലോട്ടുകൾ, ഗുരുദേവ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ദൃശ്യാവിഷ്കാരങ്ങൾ എന്നിവയുടെ 50,000-ഓളം ആളുകളുടെ പങ്കാളിത്തത്തിൽ നടക്കുന്ന ഘോഷയാത്ര പറവൂരിന്റെ പ്രധാന വീഥികളിലൂടെ കടന്നുപോകും. വിവിധ ശാഖകളിലെ അംഗങ്ങളും പോഷക സംഘടനകളും വനിതാ യുവജന വിഭാഗങ്ങളും വിദ്യാർത്ഥികളും സാംസ്കാരിക സംഘങ്ങളും ഘോഷയാത്രയുടെ ഭാഗമായി അണിനിരക്കും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവന്റെ മഹത്തായ സന്ദേശം സമൂഹത്തിലുടനീളം കൂടുതൽ ശക്തമായി പ്രചരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുവർണപദം 2026 ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആത്മീയതയ്ക്കൊപ്പം വിദ്യാഭ്യാസത്തിനും സാമൂഹിക ഐക്യത്തിനും മാനവിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന പരിപാടികളാണ് ആഘോഷങ്ങളുടെ മുഖമുദ്ര. കലയും സംസ്കാരവും ആത്മീയതയും സാമൂഹിക പ്രതിബദ്ധതയും ഒരുമിപ്പിക്കുന്ന ഈ മഹാ ആഘോഷം പറവൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ശ്രദ്ധേയമായ അധ്യായമാകുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളെയും കുടുംബങ്ങളെയും ഒരുമിപ്പിച്ച് ഗുരുദേവന്റെ സമത്വത്തിന്റെയും മാനവികതയുടെയും സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ജനകീയ ആത്മീയ ആഘോഷമായി സുവർണപദം 2026 മാറുകയാണ്. ഓഗസ്റ്റ് 28-ന് നടക്കുന്ന ഭക്തി നിർഭരമായ ശ്രീനാരായണ ഗുരുദേവ ജയന്തി സാംസ്കാരിക ഘോഷയാത്രയോടെ ഇത്തവണത്തെ 172ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ഹിന്ദു രക്ഷാ മമ ദീക്ഷാ